ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ റോക്ക് ടെയിൽസ് ബൈ ആദർശ. സോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി വ്ലോഗ് ഇടുമോ അല്ലെങ്കിൽ സ്റ്റഡി ടിപ്സ് അത് പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ചോദിച്ചിട്ട്. സോ ഇന്ന് ഞാൻ അത് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു അടിപൊളി മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഞാൻ പക്ഷേ നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിങ്ങനെയാണ്, ഇംഗ്ലീഷ് എങ്ങനെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് കാണാം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന മെത്തേഡിലൂടെ മാത്രം പഠിച്ചാൽ A+ കിട്ടും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു ഒന്നും എവിടെ നിന്നാണ് തുടങ്ങണ്ടേ അല്ലെങ്കിൽ ഒട്ടും സ്കോർ ചെയ്യാനില്ലാത്തവർക്ക് പറ്റിയൊരു മെത്തേഡാണ്. നമുക്ക് ഇച്ചിരിയെങ്കിലും മാർക്ക് മേടിക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. അങ്ങനെയാണ് ഞാനത് പറയുന്നത്. അല്ലാണ്ട് ഇത് ചെയ്താൽ ഫുൾ A+ ആണ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് കുറച്ചൊക്കെ മാർക്ക് ഇൻക്രീസ് ആക്കാനുള്ള ഒരു ചെറിയ ടിപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അക്കോർഡിംഗ് ടു അവർ ടൈം ടേബിൾ ഞാൻ പറഞ്ഞ പോലെയാണെങ്കിൽ നമ്മൾ തിങ്കൾ ചൊവ്വ ബുധനാണ് ഇംഗ്ലീഷ് പഠിക്കാൻ എടുക്കുന്ന 3 ദിവസം. സോ ഇതിൽ തിങ്കളാഴ്ച ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി ടെക്സ്റ്റ് വായിക്കാൻ വേണ്ടി മാത്രം വെക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങിയാൽ തന്നെ നമുക്ക് രാത്രിക്കുള്ളിൽ തന്നെ ദ എൻറ്റയർ ടെക്സ്റ്റ് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റും. ആൻഡ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം വായിച്ച് തീർത്തിട്ടുണ്ട്. ഇത് മോഡലിൻ്റെ ടൈമും ക്രിസ്മസിൻ്റെ ടൈമൊക്കെ കൊണ്ട് വായിച്ചിട്ടുമ്പോൾ ടിക്കറ്റ് പോകണമാണ്. കുറച്ച് ഇവൻറ്റ്സ് ഉണ്ടാവില്ല, അതായത് കഥയിലെ മെയിൻ ഇവൻറ്റുകൾ അതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്തൊക്കെ വെക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് പിന്നീട് നമുക്ക് എക്സാമിന് പോണ ദിവസം രാവിലെ ഒന്നുകൂടെ ഒന്ന് മറിച്ച് നോക്കാനായിട്ട് ഈ ടെക്സ്റ്റ് എടുത്താൽ മതി. ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഈ ചാപ്റ്ററിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കാണ്ടോ. അപ്പോൾ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഇതും കൂടെ ചെയ്ത് പോവുക. ഇങ്ങനെ ചെയ്തു പോണ സമയത്ത് നമുക്ക് എക്സാമിന് പോണ ദിവസം രാവിലെ ഉണ്ടല്ലോ, ആ ദിവസം നമുക്ക് ജസ്റ്റ് ഈ ഹൈലൈറ്റ് ചെയ്ത് മാത്രം ഒന്ന് വായിച്ച് വിട്ടാൽ മതി. സോ മൺഡേ നിങ്ങൾ ടെക്സ്റ്റ് ഫുൾ കംപ്ലീറ്റ്ലി വായിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് ട്യൂസ്ഡേ ആണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ പഠിക്കുന്നവരാണെങ്കിൽ ഫോണിൽ നേരെ കൊണ്ടുപോയി AI മോഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു AI മോഡ് ട്രൈ നൗ ഒരു ഇൻ്റർഫേസ് വരും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു AI ടെക്നോളജി വെച്ച് പഠിക്കുന്ന കാര്യമാണ്. ഇത് ChatGPT വർക്ക് ആവാൻ ഞാൻ ChatGPT യൂസ് ചെയ്യാനുള്ള ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിളിൽ ഓരോന്ന് സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഈ സാധനം കണ്ടത്. പക്ഷെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ഞാൻ ChatGPT യൂസ് ആക്കാറില്ല. പിന്നെ വാട്സാപ്പിലുള്ള മെറ്റയെ ഇടയ്ക്ക് ഞാൻ യൂസ് ആക്കാറുണ്ട്. പക്ഷെ അതെനിക്ക് അത്ര ഒരു ഡെവലപ്ഡ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ ഇത് കിണ്ണമാണ് ഗൈസ്. കാരണം ഓൾറെഡി നമ്മുടെ ഗൂഗിളിൽ അപ്ലോഡ് ആയിട്ടുള്ള +1 ഫയൽസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒരു ഇതാക്കി ജനറേറ്റ് ചെയ്ത് നമുക്ക് ഈ AI മോഡ് നമുക്ക് തരും. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു. ഞാനിപ്പോൾ ഐവിഫ്ലൈയുടെ ചാപ്റ്റർ വായിച്ചിട്ട് സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ ഗൂഗിളിൽ ChatGPT ഒന്നുമല്ല, ഡയറക്റ്റ് ഗൂഗിളിൽ ഒരു AI മോഡുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ ചുമ്മാ ഇങ്ങനെ പ്രിപ്പയർ ഡീറ്റെയിൽ സമ്മറി എന്നൊക്കെ പറയുമ്പോൾ അവർ കുറേയൊക്കെ തരും. എൻ്റെ അതിൽ ഇൻട്രോ വേണം, കൺക്ലൂഷൻ വേണം എന്നുണ്ടെങ്കിൽ സ്പെസിഫൈ ആയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ അതിനനുസരിച്ച് ഇങ്ങനെ തരും. അതൊക്കെ ഞാനിവിടെ ഒരു ബുക്കിൽ എഴുതിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നെ അതിശയിപ്പിച്ചൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ തീമും സ്പീച്ച് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വാട്ട് ആർ ദ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഓഫ് ദിസ് ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് അടിച്ചെടുത്തിപ്പോൾ ഇവിടെ ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ്, അത് നമ്മുടെ 2 മാർക്കിന് 1 മാർക്കിന് ചോദിക്കില്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ essay ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ റൈറ്റിംഗ് ആക്ടിവിറ്റി ബേസ്ഡ്, അത് നമ്മുടെ ഇമെയിൽ ലെറ്റർ അതൊക്കെ ചോദിക്കാൻ ഭയങ്കര ചാൻസുള്ള സാധനങ്ങളല്ലേ. എൻ്റെ ആ സെയിം എക്സാക്റ്റ് ആണ് അവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നതും. കണ്ടോ, അപ്പോൾ ഇത് തന്നെ ചോദിക്കും, ഇത് തന്നെ വരും എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ട്രൈ ചെയ്ത് കേട്ടോ. ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ റോൾ ഓഫ് പാരൻസ്, കിഡ്സിൻ്റെ അച്ചീവ്മെൻറ്റ്, അതിൽ ചോദിച്ചപ്പോൾ എനിക്ക് ഇൻട്രോ കിട്ടി, കൺക്ലൂഷൻ കിട്ടി. ആൻഡ് മെയിൻ പാർട്ട് ഞാൻ പോയിന്റ്സ് ആയിട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ കണ്ണതൊക്കെ ഞാൻ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് കുറച്ച് നാളായിട്ട് മുമ്പ് ഉണ്ടാക്കി വെച്ചാണ്. ഇപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി ആണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് സമ്മറി കിട്ടും. അത് നമുക്ക് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ചാപ്റ്ററിനെ പറ്റി ഒരു ക്ലിയർ ആവും. ഞാനിത് കൂടുതൽ ഹെൽപ്ഫുൾ ആയത്, എനിക്ക് എപ്പോഴാണെന്നറിയാം യൂസ്ഫുൾ ആയത്, നമ്മുടെ 3rd ടേം എനിക്ക് ഒരു തേങ്ങ മനസ്സിലായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് സൈബർ സ്പേസ്, അതിൽ നിന്ന് കഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്താണ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായില്ല. ആ സമയത്താണ് എനിക്കിത് നല്ലോണം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു ഇത് കാണിച്ചു തരാം. വാട്ട് ആർ ദ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ചാപ്റ്റർ ദ സൈബർ സ്പേസ്. നമുക്ക് ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ 2-3 മാർക്കിന് അവരിതാ ഓരോന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പാരഗ്രാഫ് അത് ഇത് എല്ലാം വന്നിട്ടുണ്ട്.
ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. പിന്നെ കീ ടിപ്സുകളും കാണിക്കും, ഇന്ന സാധനം ഇതിൽ ഇൻക്ലൂഡ് ആക്കുക, അങ്ങനെ ഇങ്ങനെ. വേറൊരു ഇത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻട്രൊഡക്ഷനും ഔട്ട്രോയും ഒരു ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ആൻഡ് അതുപോലും ഇതുപോലെ കിടിലമായിട്ട് പ്രിപ്പയർ ചെയ്ത് തരും. ആൻഡ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ നോട്ട്സ് എഴുതി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ മെത്തേഡ് തേർഡ് ടേമിന് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം തേർഡ് ടേമിലെ ലാസ്റ്റത്തെ 6 ചാപ്റ്ററും എനിക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒന്നും മനസ്സിലാവുള്ള എങ്ങനെയാണ് വന്നേന്നുള്ളത്. സോ അതിന് എനിക്ക് ഈ ഒരു AI മോഡ് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പുള്ള ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഒക്കെ ഞാൻ സൈലത്തിൻ്റെ നോട്ട്സാണ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സൈലത്തിൻ്റെ ഓരോ ക്ലാസ്സിൽ കാണുന്ന ഡിസ്കോഴ്സസ് എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രിൻ്റ് എടുത്ത് ഒക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മെത്തേഡ് വെച്ച് ട്യൂസ്ഡേ നിങ്ങൾ മാക്സിമം ഡിസ്കോഴ്സസ് പഠിക്കുക. ഡിസ്കോഴ്സസിൻ്റെ ഇൻട്രോ ഔട്ട്രോ കണ്ടൻറ്റ് ഓക്കെ. അതേപോലെ ഫോർമാറ്റുകൾ എല്ലാം വരച്ച് വയ്ക്കുക. ഒരു പേപ്പർ, ഒരു ബുക്കിലോ പേപ്പറിലോ ഫോർമാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ യൂസ് നിങ്ങൾക്ക് ഇച്ചിരി റഫായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ പിന്നെ ആ ഒരു നാക്കിന് വരുമ്പോൾ അവർ തന്നെ ഇങ്ങനെ ചോദിക്കും, ഒരു സ്പീച്ച് നിന്ന് പ്രിപ്പയർ ചെയ്ത് തരട്ടെ. അപ്പോൾ നമുക്ക് കൊള്ളാലോ ഈ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മൾ യെസ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് ആൻസർ വരും. പിന്നെ അവർ ചോദിക്കും ഇത് വെച്ചിട്ടൊരു ലെറ്റർ ഉണ്ടാക്കി തരട്ടെ, ഇൻഫോർമൽ ലെറ്റർ, ഫോർമൽ ലെറ്റർ, നമ്മൾ ഉദ്ദേശിക്കാത്ത ടോപ്പിക്കിൽ നിന്ന് വരെ അവരിങ്ങനെ പറയും. അപ്പോൾ മൺഡേ ടെക്സ്റ്റ് വായിച്ചു, ട്യൂസ്ഡേ ഡിസ്കോഴ്സസ് എല്ലാം നമ്മൾ കവർ ചെയ്തു. ആൻഡ് ഫോർ ദ വെനസ്ഡേ നമ്മൾ ഗ്രാമറാണ് പഠിക്കാൻ പോകുന്നത്. ഗ്രാമർ ഒരു പകുതി ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ആൻഡ് ബാക്കി പകുതി ദിവസം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ എൻറ്റയർലി ഒന്ന് നോക്കി പോവുക. ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്തത് അവിടെ നിൽക്കട്ടെ. നമ്മൾ ഡിസ്കോഴ്സസ് കീ പോയിൻറ്റ്സുകൾ, ഇൻട്രോ ഔട്ട്രോ അതൊക്കെ എഴുതിയെടുത്തിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ നല്ലോണം ബൈ ഹാർട്ട് ചെയ്തൊന്ന് വായിച്ച് പഠിക്കുക. ആൻഡ് ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ രാത്രി ലൈവ് കാണാം. ആൻഡ് പിറ്റേ ദിവസം നമ്മൾ എക്സാമിന് പോണ ദിവസം രാവിലെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊന്ന് ഓടിച്ച് വായിച്ച് പോവുക. അങ്ങനെ ഓടിച്ച് വായിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ ആ കഥയെ പറ്റിയിട്ടുള്ളൊരു സമ്മറി പോലെ നമുക്ക് കിട്ടും. പിന്നെ PYQs നോക്കുന്നവർക്ക് അത് നോക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സമയത്താണെന്ന് വെച്ചാൽ അത് നോക്കി പോവുക. ഡിസ്കോഴ്സസ് നമുക്ക് ഡിസ്കോഴ്സസ് ആണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നുള്ളത്. അപ്പോൾ നമുക്കറിയില്ല ഇത് എങ്ങനെയൊക്കെ ആയിരിക്കാം ഡിസ്കോഴ്സ്. മാക്സിമം നമ്മുടെ രീതിയിൽ എഴുതുന്ന ടൈപ്പാണ് ചോദിക്കുക. സോ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് അറിയാനായിട്ട് ഈ AI മോഡ് യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത്. ആൻഡ് കുറേ പേര് നമ്മുടെ അക്കൗണ്ടൻസിയുടെ പഠിക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇടാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നമ്മുടെ ഫുൾ കൊമേഴ്സിന് പറ്റിയ സ്റ്റഡി ടിപ്പിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഒന്ന് ചാനലിൽ കയറി ഒന്ന് നോക്കുക. ബിസിനസ് പഠിക്കുന്നത് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കയറി ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ.